ഫ്രണ്ട്സ്, ഇതാണ് നസീർ ഉസ്മാൻ എന്ന കട. മെഹബൂലയിലാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത. ഒബ്വിയസ്ലി ഫുഡ് ഒരു യുണീക്കാണ്, അതോടൊപ്പം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതാണ് സ്ട്രീറ്റ് ഇൻഫർമേഷൻ. 236 അങ്ങോട്ടാണ്, 239 237 തമ്മിലുള്ളൊരു ഇൻ്റർസെക്ഷനാണ്. ഇതാണ് ലൊക്കേഷൻ. സോ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ ജേണി. മെഹബൂലയാണ് പ്ലേസ് നെയിം. ഗൈസ് നമസ്കാരം. ഒരു പുതിയൊരു ഹോട്ടലാണ്, നസീർ ഉസ്മാൻ എന്നുള്ള പേരുള്ളൊരു ഹോട്ടലാണ്. തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയായി കാണും ഈ ഹോട്ടൽ. നല്ല തലശ്ശേരി ബിരിയാണി ഒക്കെ ഫേമസ് ആയിട്ടൊരു ഹോട്ടലാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നല്ല റിവ്യൂ ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നസീർ ഉസ്മാൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മേഖലയിൽ നിന്നും അവർ ഇപ്പോൾ ഹോട്ടൽ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവരും ഇതുപോലെ ടിക്ടോക്കിൽ ഫേമസ് ആയ ആൾക്കാരാണ് നസീർ ഉസ്മാൻ. അതിലൊരാളിപ്പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് അവിടെ കാണാം. ഇവിടെ എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ മുട്ടിപ്പാട്ടൊക്കെ ഉണ്ടാവും, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആളും പാളും ഒക്കെ ആയിട്ട് ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ദുബായ്ക്കാർക്കൊക്കെ പരിചയമാണ്. അതൊക്കെ കുവൈറ്റിലൊക്കെ ഇപ്പോൾ തുടങ്ങിയ കാര്യമാണ് മുട്ടിപ്പാട്ടൊക്കെ. പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അല്ലേ? അവരുടെ പേരാണ് നസീർ ഉസ്മാൻ എന്നുള്ള അവരൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതിൽ നിന്ന് വന്നൊരു സൗണ്ടാണ്. ഇപ്പോൾ ഇൻറ്റീരിയർ നല്ല രസമാണ്. ഒരു വ്ളോഗർ എങ്ങനെ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന ചെറിയ വ്യൂ കൂടി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഉസ്മാനൊക്കെ എങ്ങനെയാണ് ഇത് ഹോട്ടൽ എങ്ങനെയാണ് ഒന്ന് പറയാമോ? സ്റ്റോറി ഇപ്പോൾ നമ്മൾ രണ്ടാളുമാണ്. നസീർ ഉസ്മാൻ, നസീറും വരും, നസീറില്ല പള്ളിപ്പൂരാണ്. പിന്നെ നമ്മളൊരു കൂട്ടായ്മ. ഇത് നസീർ ആദ്യം നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. നസീർ ആദ്യം ഇത് ഗോദാവരി എന്നുള്ളൊരു പേരിൽ ഓടിക്കൊണ്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഇവിടെ തന്നെ, ഇതന്നെ ഈ കട തന്നെ നടന്നുകൊണ്ടുണ്ടായതാണ്. പിന്നെ അന്നേരമാണ് ഞാനിൻ്റെ ഇടയ്ക്ക് വരുന്നത്. നസീറിൻ്റെ കൂടെ നമ്മൾ സുഹൃത്താണ്. അങ്ങനെ നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു 6 മാസമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂടിയുണ്ട്. അങ്ങനെയുള്ളൂ. പിന്നെ അതിൽ കുറച്ച് മരുന്ന് മുടക്കി പിന്നെ 2 ആളും കൂടി ഉഷാറായിട്ട് നടത്തുന്നുണ്ട്. മുട്ടിപ്പാട്ടും രാത്രി പിന്നെ അത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടാവും. പിന്നെ അത് രാത്രി ഇന്നലെ ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ അത് ഒരു ഉഷാറാണ്. ഒരു 8 മണി മുതൽ 11 മണി വരെ മുട്ടിപ്പാട്ടും ആൾക്കാർ വരുന്നവരും പാടും, കൂടെ പാടും എല്ലാം ഉണ്ട്. ഞാനാ ഞാനൊരു 20 വർഷമായി. നസീർ ഇപ്പോൾ 10-13 കൊല്ലം. ഇവിടെ എന്താണ് മെയിനായിട്ട് തലശ്ശേരി ബിരിയാണി, തലശ്ശേരിൻ്റെ മോഡലിൽ ബിരിയാണിയാണ് ഇവർക്ക്. നസീറിന് പിന്നെ ആദ്യം കുറേ ഷോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കുറേ വക്കാലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവൻ നാട്ടിൽ പോയിട്ട് രണ്ടാമത്തെ ഒരു വരവാണ്. 1.5 വർഷമായിട്ട് ആ വരുത്തിലാണ് കറി എടുക്കുന്നത്. പിന്നെ ഒന്ന് വിപുലീകരിച്ചിട്ട് ഒരു മാറ്റം വരുത്തിയിട്ട് പഴയ സ്റ്റൈൽ വേറെ ആയിരുന്നു, മാറ്റം വരുത്തി. അപ്പോൾ അങ്ങനെ തലശ്ശേരി ഇല്ലൊരു കുക്ക് നമ്മുടെ കാര്യമായിട്ടുള്ള തലശ്ശേരി തന്നെ വന്ന ആളാണ്. തലശ്ശേരി ബിരിയാണി പോയി തലശ്ശേരി ബിരിയാണി ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ ജീരകശാല റൈസിൻ്റെ ഇത് ആദ്യം കൊണ്ടുവന്ന് തന്നെ നമ്മൾ ആ തലശ്ശേരി അൻസാരിയാണ് മങ്കപ്പിൽ. നാളത്തെ അതേ ബിരിയാണിയാണ് എല്ലാവരും പറയുന്നത്. വേറെ ഒരു 1-2 പരിപാടികളുണ്ട്. ഇപ്പം ആയിട്ടില്ല, ഇതൊന്നും റെഡി ആയിട്ട്. തലശ്ശേരി അവിടുന്ന് ഒരു ചോയലൊരു സംഗതി വേണം എന്തായാലും. പക്ഷെ അത് കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഗുണം ചെയ്യും. നമ്മൾ വേറെ സ്ഥലത്ത് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഇവിടെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർ പിന്നെ അത് വരികയായി ഒരു നല്ല ടേസ്റ്റായിട്ട് ഒരു കല്യാണത്തിനൊക്കെ കഴിക്കുന്ന രീതിയിൽ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് മാറ്റം വന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ ചിന്തയില്ല. എസ്റ്റാബ്ലിഷ് ആക്കി ഒരു സെറ്റായ ശേഷം അതന്നെ ഇവിടെ ഒന്ന് സെറ്റായി ഒരു ശാഖല തുടങ്ങണം എന്നുള്ളൊരു പരിപാടിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതല്ലേ, കഴിക്ക്. അഭിപ്രായം നിങ്ങൾക്ക് നല്ല തോന്നുന്നത് എന്താണോ അഭിപ്രായം പറയാം. വരും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നസീറിൻ്റെ കൂടി സംസാരം ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ നസീറും ഉസ്മാനും എന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം, ഇൻറ്റീരിയേഴ്സ്. സോ ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ ഒരു ഭാഗത്ത് ദിവാനിയ ടൈപ്പാണ്, വേറൊരു ഭാഗത്ത് ടേബിൾ ടൈപ്പാണ്. സോ കോമ്പിനേഷനാണ്. അതോടൊപ്പം ഇൻറ്റീരിയേഴ്സ് കുറേ കൂടി കളർഫുള്ളാണ്. കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്ളോഗിങ് സ്റ്റൈലിൽ വെറും ഭക്ഷണത്തിന് മാത്രമല്ല പാട്ടും അങ്ങനെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും റൺ ചെയ്യുന്നതും. സോ ആ ഒരു പ്രത്യേകത നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നല്ല ഫുഡാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ജെന്യൂനായിട്ട് പറയണം ഇവിടെ ഉണ്ട്.
ബില്ലിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല ഇതുവരെ. കേട്ടിട്ടില്ല. ഇപ്പം പാമ്പ് ത്രൂ ആണ് ബില്ല് പേയ്മെൻറ്റ് ചെയ്തത്. കുറച്ച് പ്രശ്നങ്ങൾ കഴിച്ച് നിർത്തിയാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഓക്കെ. എക്സ്പെൻസീവ് ആണോ ചീപ്പാണോ? എക്സ്പെൻസീവ് ഒന്നും നോർമൽ റേറ്റ്. ഇപ്പോൾ നമ്മൾ കഴിച്ച ചിക്കൻ ബിരിയാണിക്ക് എടുത്തിട്ട് 1 KD 250 വെച്ച് ലഗോണില്ലാതെ നമ്മുടെ നാടൻ കോഴിയുടെ ഒരു ഇത് വരുന്നത് അതിന് 1500 നോർമൽ റേറ്റാണ്. സോ നോർമൽ റേറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫുഡാണ്. പേര് തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. സോ നസീറും ഉസ്മാനും എന്ന കടയിലെ ഉസ്മാനുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. നസീർ പാട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഔട്ട് സൈഡാണ്, അല്ല വിക്കി? സോ നസീറിനെ വെയിറ്റ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇനിയൊരിക്കലാവാം. സോ ആ ഒരു പാട്ട് നസീർക്ക് ഇത് കാണുകയാണെങ്കിൽ സോറി, നമുക്ക് മറ്റൊരു സമയത്ത് നസീർക്കായിട്ട് സംസാരിക്കാം. ഓക്കെ, സോ താങ്ക് യു, സൈനിങ് ഓഫ്. താങ്ക് യു.